الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ അവസരങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ പ്രിയപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതികഠിനമായ ചൂടിൻ്റെ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഉഷ്ണതരംഗ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പ്രകൃതി രമണീയമായ നമ്മുടെ കേരളവും കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നട്ടലോടുകൂടിയാണ് നമ്മൾ അറിയുന്നത്. കേരളത്തോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ആ പദവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളുമൊക്കെ വിശ്വാസികളായ നമ്മെ ചിന്തിപ്പിക്കേണ്ടതും അതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നമ്മുടെ വിഷയങ്ങളിൽ കടന്നു വരേണ്ടതുമാണ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടരായ അടിമകളാണ് നമ്മളെല്ലാം എന്ന ബോധമുള്ളവരാണ് വിശ്വാസികൾ. എന്നാൽ അതിലൊക്കെ വിശ്വാസമില്ലാത്തവരും ഉണ്ടാകും. ഈ മഹാപ്രപഞ്ചം സ്വയംഭൂവാണെന്നും അതൊരു വലിയ സ്ഫോടനത്തിലൂടെ, പൊട്ടിത്തെറിയിലൂടെ, ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായതാണെന്നും ഇതൊന്നും ആരും കരുതിക്കൂട്ടി സൃഷ്ടിച്ചതല്ലെന്നും ഇതിൻ്റെ പിന്നിലൊരു സ്രഷ്ടാവില്ലെന്നും ഒക്കെ വിശ്വസിക്കുന്ന ന്യൂനപക്ഷമായ ആളുകളും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയിലെ ഓരോ സൃഷ്ടികളെയും ആരാധിക്കുകയും പൂജിക്കുകയും അവർക്ക് തങ്ങളുടെ പരമമായ കീഴ്വണക്കങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരുമുണ്ട്. അവരാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിൽ അധികവും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനല്ലാത്ത അവന് സൃഷ്ടിച്ച പല സൃഷ്ടികളെയും ആരാധനാകർമ്മങ്ങളിൽ പങ്കുചേർത്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിയാകുന്ന ഈ ഒരു ഗോളത്തിൽ മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതിനെ കുറിച്ചാണ് ഖുർആൻ പലയിടങ്ങളിലായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതിന് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഈ ആകാശഘടനയുമൊക്കെ വളരെ
യുക്തിബന്ധുരമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. രാവും പകലും സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. പ്രപഞ്ച സൃഷ്ടാവായ പരിപാലകനായ ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായി പറയുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും. അതുകൊണ്ട് ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ, സൂര്യനെ നിങ്ങൾ പ്രണമിക്കരുത്, നിങ്ങളുടെ പ്രണാമം അത് ചന്ദ്രനെ നിങ്ങൾ അർപ്പിക്കരുത്. നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, ഈ സൃഷ്ടികളെല്ലാം തന്നെ സംവിധാനിച്ചവനായ അള്ളാഹുവിനാകുന്നു. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവനാണ് സുജൂദ് സമർപ്പിക്കേണ്ടത് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്. ഖുർആൻ അതിന് സത്യം ചെയ്ത് പറയുന്നുണ്ട്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു കൊച്ചു സൂറയാണ് സൂറ അഷ്ശംസ്. സൂര്യൻ എന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്, ചന്ദ്രൻ എന്ന അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്, നക്ഷത്രങ്ങൾ എന്ന അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്, രാത്രി എന്ന അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ പല പല ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിജാലങ്ങളെയും എടുത്തു പരിചയപ്പെടുത്തുന്ന പല സൂക്തങ്ങളെയും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വശംസി വളുഹാഹ, സൂര്യനും അതിൻ്റെ പ്രകാശവും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സൂറ അൻ-നബ അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറ അൻ-നബയിൽ അല്ലാഹു മനുഷ്യരായ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുക്കി തന്ന 8-10ഓളം അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുന്നുണ്ട്. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വജഅൽനാ സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെയും മനുഷ്യരെ ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെയാണ് സൗരോർജത്തിലൂടെയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ജീവിതം തന്നെ സാധ്യമാകുന്നത്. നമുക്കറിയാമല്ലോ, പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇവിടെയുള്ള സസ്യജാലങ്ങൾ അവ വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. ഇതുപോലെ തന്നെ നമുക്കൊരുപാട് ഊർജം, നമ്മളിപ്പോൾ സോളാർ എനർജി, സൂര്യനിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായ വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭൂമിക്ക് ചൂടും വെളിച്ചവും എനർജിയും നൽകുന്ന ഈ സൂര്യനെ, അതിൻ്റെ മഹത്വത്തെ, അത് നിങ്ങൾക്ക് നൽകുന്ന ഉപകാരത്തെ, അത് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള ഏകനായ അള്ളാഹുവിനെ, അവനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഭൂമിയേക്കാൾ 109 ഇരട്ടി വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് സൂര്യനാകുന്ന ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗോളം. 1,50,00,000 ഡിഗ്രി സെൽഷ്യസാണ് സൂര്യൻ്റെ താപനില എന്നാണ് നമുക്ക് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചൂടോ അത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉപമ അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു മുട്ടുസൂചിയുടെ മുട്ടിനോളം വലുപ്പമുള്ള സൂര്യൻ്റെ ഒരു കഷ്ണമെങ്ങാനും ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അത് വീണ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ചുറ്റുമുള്ള 100 കിലോമീറ്ററിൽ അധികം വരുന്ന സ്ഥലം വരെ അതിന് കരിച്ചു കളയാനുള്ള ചൂടും ശക്തിയും ഉണ്ടെന്നാണ്. അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണത്.
വജഅൽനാ സിറാജൻ വഹാജ എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇത്ര ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, ഊർജം പ്രസരിപ്പിക്കുന്ന, നമുക്ക് വെളിച്ചം പകരുന്ന ഒരു ഗോളത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനി സൂര്യന്റെ ഭാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഭൂമിയേക്കാൾ 3,30,000 മടങ്ങ് ഭാരം ഈ ഒരു നക്ഷത്രത്തിനുണ്ട് എന്നാണ്. അനന്തകോടി നക്ഷത്രങ്ങളിൽ നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ള ഒരു വലിയ നക്ഷത്രമായിക്കൊണ്ടാണ് സൂര്യനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഭൂമിയിൽ നിന്നുള്ള അതിൻ്റെ അകലം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. 15 കോടി കിലോമീറ്റർ അകലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് സൂര്യനെ അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. വശംസി വദുഹാഹ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സൂര്യനും അതിൻ്റെ പ്രകാശവും തന്നെയാണ് സത്യം. വജഅൽനാ സിറാജൻ വഹാജ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കായി ഈ സൂര്യനെ നാം അവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ള ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സൂറ യാസീനിൽ നമുക്കൊക്കെ മനപ്പാടമുള്ള വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം തുടങ്ങിയ ആയത്തുകളൊക്കെ സൂര്യൻ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിക്കുന്ന ഒരു ഗോളമാണ്, നക്ഷത്രമാണ് സൂര്യൻ. വശംസു തജ്രി, എങ്ങോട്ടാണ് അതിന്റെ സഞ്ചാരം? ലിമുസ്തഖറിൻ ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രമുണ്ട്, അതിലേക്കാണ് അത് സഞ്ചരിക്കുന്നത്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്, അവൻ്റെ നിയന്ത്രണങ്ങളാണ്. അവൻ്റെ ഹിതത്തിനും ഇച്ഛക്കും അനുസരിച്ചാണ് അത് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, അതേപോലെ തന്നെ അതിൻ്റെ ഊർജം പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അള്ളാഹു നിശ്ചയിച്ച അതിൻ്റെ കണക്കനുസരിച്ചാണ് ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സൂര്യചന്ദ്രന്മാരെല്ലാം തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വന്നജ്മു വശജറു യസ്ജുദാൻ, വന്നജ്ം, എല്ലാ ആകാശ താരകങ്ങളും എന്ന് പറഞ്ഞാൽ സൂര്യനടക്കമുള്ള എല്ലാ നക്ഷത്രാദിഗോളങ്ങളും അള്ളാഹുവിന്, വശജറു, ഇവിടെയുള്ള വൃക്ഷലതാദികളും ഏതേതൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അവയൊക്കെ അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, ഇപ്പോഴും ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും സൂര്യനെ പ്രണമിക്കുന്ന, സൂര്യ നമസ്കാരം നിർവഹിക്കുന്ന, സൂര്യനെയും ഈ പ്രകൃതിയുള്ള അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളെയും ആരാധിക്കുന്ന, അതിനൊക്കെ പുണ്യവൃക്ഷങ്ങളായും പുണ്യമൃഗങ്ങളായും പുണ്യവസ്തുക്കളായും പുണ്യനദികളായും ഒക്കെ കണ്ടുകൊണ്ട് അതിന് ആരാധനകൾ അർപ്പിക്കുന്ന മനുഷ്യരെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ മനുഷ്യരോട് പറയുന്നത്, വിശ്വാസികളോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഈ പ്രകൃതിയിലെ പ്രാപഞ്ചികമായ, അവൻ യുക്തിബന്ധുരമായി അടുക്കോടും ചിട്ടയോടും കൂടി ഒരുക്കി വെച്ചിട്ടുള്ള ഈ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, സൂര്യൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് 73% ഹൈഡ്രജനാണ് സൂര്യനിലുള്ളത്, 25% ഹീലിയമാണ് അതിനുള്ളത്. ബാക്കിയുള്ള കുറച്ച് അംശങ്ങൾ മാത്രമാണ് നൈട്രജനും കാർബണേറ്റും അടങ്ങുന്ന മറ്റു ഭാരമുള്ള മൂലകങ്ങളാണ് അതിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന താപനിലയായതിനാൽ സൂര്യൻ ഖരാവസ്ഥയിലല്ല, ദ്രാവകാവസ്ഥയിലുമല്ല, വാതകാവസ്ഥയിലുമല്ല, പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് സൂര്യൻ. എന്ന് പറഞ്ഞാൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്ലാസ്മ ഗോളമാണ് സൂര്യൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. വശംസി വദുഹാഹ, സൂര്യൻ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രകാശവും അതിൻ്റെ വെളിച്ചവും അതിൻ്റെ ഊർജവും തന്നെയാണ് സത്യം എന്ന ആശയം അടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഈ സമാഉദ്ദുനിയയിൽ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിക്കും അതിൻ്റെ പരിസരത്തുമുള്ള പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗോളങ്ങളുണ്ട്. സൂര്യൻ അതിന് ചുറ്റും കറങ്ങുന്ന സൗരയൂഥം എന്നും പറയുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്ലൂട്ടോ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല എന്നാണ് പറയുന്നത്. അതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എണ്ണം കുറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. ഏതായാലും ഇവിടെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്, പിന്നെ ശുക്രനാണ്. മൂന്നാമത്തെ അവസ്ഥയിലാണ് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഈ ശുക്രന്റെ അവസ്ഥയിലേക്കെങ്ങാനും ഭൂമി അടുത്ത് വരികയാണെങ്കിൽ ഒരിക്കലും മനുഷ്യർക്ക് ഇവിടെ അധിവസിക്കാൻ കഴിയില്ല. ഭൂമിയിലുള്ളതെല്ലാം കരിഞ്ഞ് കത്തിച്ചാമ്പലായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. എന്നാൽ ചൊവ്വയിലേക്ക്, അങ്ങനെ ചൊവ്വയുടെ ദൂരത്തേക്ക് അകറ്റി ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണെങ്കിലോ ഇവിടെ അതിശൈത്യം മൂലം മഞ്ഞുകട്ടകളായിരിക്കും, മനുഷ്യർ അധിവസിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ദൂരം, അകലം അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചു. സൂര്യന് ചുറ്റും ഈ ഗ്രഹങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്ന, ജീവിക്കുന്ന, അധിവസിക്കുന്ന ഈ ചെറിയ ഒരു സൗരയൂഥത്തിന്റെ അവസ്ഥയാണ്. ഇതല്ലാത്ത മഹാപ്രപഞ്ചമുണ്ട്, അനന്തം, അജ്ഞാതം, അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് കവി പറഞ്ഞ പോലെ, നമ്മൾ ഒരു കഥയും കാണാത്ത, ഒരറിവും നേടാത്ത അനന്തവിസ്തൃതമായ മറ്റു പ്രപഞ്ച ലോകങ്ങളുണ്ട്. ഇതേപോലെയുള്ള അനേക കോടി സൗരയൂഥങ്ങളുള്ള മിൽക്കി വേ ഉണ്ട്, ക്ഷീരപഥങ്ങളുണ്ട്. ഇതൊക്കെ വളരെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഇന്ന് നേടിയ ശാസ്ത്രവിജ്ഞാനങ്ങളാണ്. ഇവിടെയാണ് അള്ളാഹു ഇതൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു വെക്കുന്നത്, ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതാണോ, ഇത് സ്വയംഭൂവാണോ, ഇത് ബിഗ് ബാങ്ങിലൂടെ ഇത്ര വ്യവസ്ഥാപിതമായി ഉണ്ടാവുമോ? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സർവജ്ഞനായ, അതേപോലെ തന്നെ പ്രതാപിയായ അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അവന്റെ നിർണയങ്ങളും അനുസരിച്ചാകുന്നു ഈ പ്രപഞ്ചത്തിലെ ചൂടും തണുപ്പും, ഇവിടെ അടിക്കുന്ന കാറ്റും, ഇവിടെ അറിക്കുന്ന വെയിലും, ഇവിടെ പെയ്തിറങ്ങുന്ന മഴയും. മനുഷ്യരെ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ അധിവസിക്കുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. സൂര്യതാപം 13% കുറഞ്ഞാൽ 1 മൈൽ കനത്തിൽ ഭൂമിയിൽ മഞ്ഞിന്റെ പുതപ്പുണ്ടാകുമെന്നാണ് ശാസ്ത്രത്തിന്റെ നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് 1 മൈൽ കനം മഞ്ഞിന്റെ പുതപ്പ് ഈ ഭൂമിയിൽ ഉണ്ടായാൽ ഇവിടെ മനുഷ്യൻ അധിവസിക്കാൻ കഴിയുകയില്ല. എന്നാൽ നോക്കൂ, ഈ ഭൗമ അന്തരീക്ഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുരക്ഷിതമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഒരുക്കി തന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂളാ വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. വജഅൽനസ് സമാഅ, ഉപരിലോകത്തെ, ആകാശത്തിലെ ഭൗമാന്തരീക്ഷത്തെ നാം സംവിധാനിച്ചു സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സഖഫൻ മഹ്ഫൂലൻ എന്നാണ്. സംരക്ഷിതമായ ഒരു മേൽപ്പുരയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗമ അന്തരീക്ഷത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. സൂര്യനിൽ നിന്ന് പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന കോസ്മിക് രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ ജീവനും ജീവിതത്തിനും വരെ ഹാനികരമായി തീരുന്ന ഇത്തരത്തിലുള്ള രശ്മികളൊന്നും ഇങ്ങോട്ട് പതിക്കാതെ, അതേപോലെ തന്നെ ദശലക്ഷം ടൺ കണക്കിന് ഭാരമുള്ള കത്തിച്ചമ്പാമ്പലായി തീരുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ ഇങ്ങോട്ട് പതിക്കാതെ അള്ളാഹു ഈ ഭൂമിക്ക് മുകളിൽ ഒരു സഖഫ് മഹ്ഫൂൽ, സുരക്ഷിതമായ ഒരു മേൽപ്പുര, നമ്മൾ അതിനെ പറയുന്നത് ഓസോൺ പാളി എന്നാണ്, അത് നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നു. ഇത് ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് സൗകര്യമൊരുക്കി തന്നതാണ്. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ. ആകാശങ്ങളെക്കുറിച്ച്, ഉപരിലോകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്തെല്ലാം തന്നെ സപ്തവാനങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. 7 ആകാശങ്ങളെ അവൻ സംവിധാനിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, അവന് നമ്മൾ ശുക്ർ ചെയ്യണം. അവനെ ഒരിക്കലും നമ്മളെ മറക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട്
നമ്മൾ ധിക്കാരികളായി ജീവിക്കുകയാണെങ്കിൽ പല പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കും, നമ്മുടെ അതിരുവിട്ട ജീവിത ശൈലിയിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകരുത് നമ്മൾ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെയും കൽപ്പനകളെയും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അത് വേണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് കാണണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അതുണ്ടാകണം, നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ അതുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട്. മനുഷ്യർ തമ്മിലുള്ള സാമ്പത്തികമായ ഇടപാടുകളിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അവർ പാലിക്കാതെ പോയാൽ വരൾച്ചയും ക്ഷാമവും ഇതേപോലെയുള്ള പ്രകൃതിയാൽ അവർക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സകാത്ത് കൊടുക്കാത്തൊരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, പാവങ്ങളെ സഹായിക്കുകയും പരിഗണിക്കുകയും ചെയ്യാത്ത അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, അനാഥകളെയും വിധവകളെയും സമൂഹം കൈയൊഴിയുന്ന ഒരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, ഇവിടെയുള്ള അശരണരായ പാവങ്ങളും സാധുക്കളുമായ ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ള ആളുകൾ ഒരുമിച്ച് കൂടാത്തൊരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതൊന്നും അള്ളാഹു പൊറുക്കുകയില്ലെന്നാണ്. നമുക്ക് ഈ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. നിങ്ങൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മരുഭൂമിയിലൂടെയും അതേപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും മേഞ്ഞു നടക്കുന്ന മിണ്ടാപ്രാണികളായ ജീവികളില്ലായിരുന്നുവെങ്കിൽ, വന്യവയോധികരായ ആളുകൾ ഇപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സുജൂദിലും റുക്കൂഴിലും കഴിഞ്ഞ് അവനോട് പൊറുക്കലിനെ തേടുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മുലകുടി പ്രായമുള്ള അനാഥകളായ മക്കൾ ഇവിടെ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ്. അവരില്ലായിരുന്നുവെങ്കിൽ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ, വേദനാജനകമായ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വർഷിക്കുമായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ജാഗ്രത പാലിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി കഴിഞ്ഞുകൂടാൻ അവൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടുവാനും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുവാനും പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ എതിരുമില്ലാതെ ചൊരിഞ്ഞു കിട്ടാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്ന ഒരു വലിയ പുണ്യകർമ്മമുണ്ട്. നിരവധി അനവധി ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും പോരായ്മകളുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഓർത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ എന്നിരുന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ആ പാപങ്ങളെല്ലാം പുറത്തു തരും. മാത്രവുമല്ല, നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നലിൽ ഖുലൂബി സദഅ, നിശ്ചയമായും മനസ്സുകൾക്ക് ചിലപ്പോൾ തുരുമ്പ് ബാധിക്കുമെന്നാണ്. തുരുമ്പ് ഏതുപോലെയെന്നോ കസദഇൻ നുഹാസ്, ചെമ്പുകളൊക്കെ ചെമ്പിന് ക്ലാവ് പിടിക്കുന്ന പോലെ മനസ്സും ചിലപ്പോഴൊക്കെ തുരുമ്പ് ബാധ ഏൽക്കും. വജലാഉഹ അൽ ഇസ്തിഗ്ഫാർ എന്നാണ്. മനസ്സിൻ്റെ തുരുമ്പ് ചെമ്പിന് ക്ലാവ് പിടിക്കുന്ന പോലെ
മനസ്സിന് ക്ലാവ് പിടിച്ചാൽ അതിൻ്റെ തുരുമ്പുകളൊക്കെ നീക്കിക്കളയാനുള്ള പ്രതിവിധി എന്താണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അൽ-ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക എന്നാണ്. ധാരാളമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മഴ ലഭിക്കാതെ വരൾച്ച വന്ന സന്ദർഭത്തിൽ തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പ്രാർത്ഥിക്കുക. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അവർ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും മൃഗങ്ങളെയും ഒക്കെ ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്കെമ്പാടും നൽകിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കടന്നു ചേരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പലിശയിലൂടെ, അതേപോലെ തന്നെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള, പ്രവാചകൻ നമ്മോട് വിലക്കിയിട്ടുള്ള ഏതേതൊക്കെ നിഷിദ്ധങ്ങളായ സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാം അനുവദിച്ചു തന്ന രീതിയിലായിരിക്കണം നമ്മുടെ സമ്പത്ത് നമ്മൾ സ്വരൂപിക്കേണ്ടത് എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ള കാര്യമായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ഇരക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞതാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അങ്ങനെ ഇസ്തിഗ്ഫാറിന് ഇരുന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ധാരധാരയായി ലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തിക സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാക്കും. അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിയോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികളും ജലാശയങ്ങളിൽ സമൃദ്ധമായ വെള്ളവും അവൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ധാരാളമായി നമ്മൾ മടുപ്പനുഭവപ്പെടാതെ പടച്ച തമ്പുരാനോട് പൊറുക്കലിനെ തേടി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവേ, കരുണാമയനായ നാഥാ, യാ റഹ്മാനു യാ റഹീം, യാ ഗഫൂർ യാ വദൂദ്, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഫഅാലു ലിമാ യുരീദ്, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ ഗദഖ. അല്ലാഹുവേ, സുലഭമായ സമൃദ്ധമായ സമാധാനപൂർണമായ മഴവർഷം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. ഞങ്ങൾക്കിടയിലെ എല്ലാ രോഗികൾക്കും അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.